എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാല് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഓണം എക്സാം ആയി തുടങ്ങി. അപ്പൊ എക്സാമിന് നമ്മൾ എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരികയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് 2019 ഓണം എക്സാമിന്റെ പേപ്പറാണ് നമ്മൾ ഇന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടലി 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ടൈം 2.5 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു പാരഗ്രാഫ് വന്നിട്ട് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. Read the extract from Adventures in a Banyan Tree and answer the questions that follow. Each questions carry 1 score. അപ്പോൾ ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് 5 മാർക്കിനുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ക്വസ്റ്റ്യൻസ്? 5 ക്വസ്റ്റ്യൻസ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള നമ്മളെ പാടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്റർ, അതിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഏതാണെന്ന് നോക്കാം. In the spring, when the banyan tree was full of small red figs, birds of all kinds, cheerful and pastures, and parrots and crows scrabbling with each other. During the banyan tree was placed on the road. Of the tree, I had built a small platform on which I would be there. All of the tree, cushions taken from the drawing. The Mowgli stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed breed. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. When would birds flock into the branches of the banyan tree? എപ്പോഴാണ് പക്ഷികൾ കൂട്ടം കൂടിയിട്ട് ബനിയൻ ട്രീയിൽ വരുന്നത്? എപ്പോഴാണ്? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? എപ്പോഴാണ് ഒരുപാട് പക്ഷികൾ കൂട്ടം കൂടിയിട്ട് ബനിയൻ ട്രീയിലെ ബ്രാഞ്ചസിൽ ഇരിക്കുന്നത്, അതിന്റെ ശിഖരങ്ങളിൽ വന്നിരിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് the bird would flock into branches of the banyan tree in the spring. സ്പ്രിംഗ് സീസണിലാണ്. നമുക്ക് ഈ ഫസ്റ്റ് സെന്റൻസ് ഉണ്ടല്ലോ, അത് എഴുതിയാലും മാർക്ക് കിട്ടും. എപ്പോഴാ? In the spring, when the banyan tree was full of the small red figs, birds of all kinds would flock into its branches. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി സെന്റൻസ് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. The birds would flock into the branches of the banyan tree in the spring when the banyan tree was full of the small red figs. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് ആണ് ഇൻ ദ സ്പ്രിംഗ്, അതായത് വസന്തകാലത്ത്. വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്. നമ്മുടെ ബനിയൻ ട്രീ ആൽമരത്തിൽ ഒരുപാട് റെഡ് ഫിഗ്സ് വന്നിരിക്കും, ചെറിയ ചെറിയ കിളികൾ വന്നിരിക്കും. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. പലതരത്തിലുള്ള കിളികൾ വന്നിട്ട് കൂട്ടം കൂടി വന്നിട്ട് ബനിയൻ ട്രീന്റെ ശിഖരങ്ങളിൽ ഇരിക്കും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. Passage in noise coral word. Second question പറയുന്നത് ഈ വേർഡ് in the passage means noisy coral. Identify the word. അതായത് നമ്മുടെ പാസേജിൽ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സി കോറൽ. നോയ്സി കോറൽ എന്ന് പറഞ്ഞാൽ കലപില ശബ്ദമില്ലേ, അതിനെയാണ് നോയ്സി കോറൽ എന്ന് പറയുന്നത്. നോയ്സി കോറൽ എന്ന് മീനിങ് വരുന്നത് ഇതിലേതാണ് എന്ന് കണ്ടെത്തോ? നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഏതാണ് നോയ്സി കോറൽ എന്ന് മീനിങ് വരുന്ന വേർഡ്?
നോയ്സി കോറൽ എന്ന് മീനിങ് വരുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സ്ക്വാബ്ലിംഗ്. സ്ക്വാബ്ലിംഗ് ആണ് നോയ്സി കോറലിന് മീനിങ് വരുന്നത്. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കലപില ശബ്ദം എന്നാണ്. നോയ്സി കോറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശബ്ദത്തിലുള്ള കോറൽ അടിപിടികള് കലപില ശബ്ദത്തെ തന്നെയാണ് നോയ്സി കോറൽ എന്നും സ്ക്വാബ്ലിംഗ് എന്നും മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നോയ്സി കോറൽ എന്ന് മീനിങ് വരുന്ന വേർഡ് സ്ക്വാബ്ലിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What did the boy do sitting on the platform of the banyan tree? നമ്മുടെ ബോയ് ഉണ്ടല്ലോ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള ചാപ്റ്ററിലെ ആ ബോയ് ബനിയൻ ട്രീന്റെ, അതായത് ബനിയൻ ട്രീയിൽ അദ്ദേഹം പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ, അവിടെ വെച്ചിട്ട് ആ കുട്ടി എന്താ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there. അപ്പൊ ഈ കുട്ടി എന്താ അവിടെ നിന്ന് ചെയ്യുന്നത്? ഈ കുട്ടി അതിന്റെ നടുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ ആഫ്റ്റർനൂൺസിൽ പോയിരിക്കും. എന്തിനാ പോയിരിക്കുന്നത്? ഞാനിപ്പോ ഈ വായിച്ച ഈ സെന്റൻസ് എഴുതിയാൽ നിങ്ങൾക്ക് അതിനൊരു മാർക്ക് കിട്ടും. നമുക്കൊന്നും കൂടി ക്രിസ്പ് ആയിട്ട് അതിന് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ദ ബോയ് റീഡ് ബുക്സ് വൈൽ സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് ദ ബനിയൻ ട്രീ. എന്താ? ദ ബോയ് റീഡ്സ് ബുക്സ്. അവിടെ വെച്ചിട്ട് ആ കുട്ടി എന്താ ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യൻ. എന്താ? ഹി കുഡ് റീഡ് ദർ. അവിടെ വെച്ചിട്ട് ആ കുട്ടി വായിക്കും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബനിയൻ ട്രീ ബിക്കം ദ നോയ്സസ്റ്റ് പ്ലേസ്? എന്തുകൊണ്ടാണ് ആ ആൽമരം അല്ലെങ്കിൽ ബനിയൻ ട്രീ ഭയങ്കര നോയ്സസ്റ്റ് പ്ലേസ് ആയി മാറിയത്? ഭയങ്കര ശബ്ദമുള്ള ഒരു സ്ഥലമായിട്ട് മാറാനുള്ള റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ടോ. എന്താ? The red-bottomed bulbul, cheerful and greedy, gossiping rosy past and parrots and crows, squabbling each other all the time. Pixies and the baby was the noise is on the road. അതിന്റെ ആൻസർ ഇതാണ് കേട്ടോ. നമ്മൾ പഠിച്ച ഈ സെന്റൻസ് ഉണ്ടല്ലോ, ഡ്യൂറിങ് ദ ഫിഗ് സീസൺ. ഫിഗ് സീസൺ ആയി കഴിഞ്ഞാൽ ബേർഡ്സ് ഓഫ് ആൾ ഫ്ലോക്ക് ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. എല്ലാ തരത്തിലുള്ള പക്ഷികൾ കൂട്ടമായി വന്നിട്ട് ബനിയൻ ട്രീന്റെ ബ്രാഞ്ചസ് പിടിക്കും. പരസ്പരം നോയ്സി കുറച്ച് അങ്ങോട്ടും ശബ്ദങ്ങൾ ഉണ്ടാക്കും. All the time making them banyan tree the noisiest place. അപ്പൊ ആ റോഡ് ഏറ്റവും സ്ഥലമായിട്ട് നമ്മൾ ബനിയൻ ട്രീ മാറാനുള്ള റീസൺ എന്താ? പലതരത്തിലുള്ള പക്ഷികൾ വന്ന് അതിന്റെ കൂട്ടം കൂടി ഇരുന്നിട്ട് അവര് എന്താ കലപില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നോയ്സ് ആയി തീരുന്നത് അവിടെ. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ബുക്സ് ദാറ്റ് ഗേവ് ദ ബോയ് ദ മിക്സ്ഡ് റീഡിങ് എക്സ്പീരിയൻസ്. ഏതൊക്കെ ബുക്കാണ് ആ കുട്ടി അവിടെ ഇരുന്നിട്ട് വായിക്കുന്നത്? ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ മരത്തിന്റെ നടുക്ക്, അവിടെ ഇരുന്നിട്ട് ഈ കുട്ടി വായിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഏതൊക്കെ ബുക്കുകളാണ് ഈ ബോയ് വായിക്കുന്നത്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്. ഈ 3 ബുക്കും പിന്നെ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസും ലൂയിസ മെയ് ആൽക്കോട്ടിന്റെ നോവലും ആ കുട്ടി വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. The books that gave the boy a mixed reading experience include The Treasure Island, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and the Louisa May Alcott. Okay. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? The books that gave the boy the mixed reading experience include, നമ്മുടെ ഈ സെന്റൻസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും പാർട്ട് എഴുതുക. നെയിം ഒഴിവാക്കിയിട്ട് ദ ബുക്സ് ദാറ്റ് അവിടെ തൊട്ടിട്ട് നമ്മൾ എഴുതുക. എവിടെ തൊട്ടിട്ട്? ദ ബുക്സ് ദാറ്റ് ഗേവ് ദ മിക്സ്ഡ് റീഡിങ് അത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ സെന്റൻസിൽ എഴുതുക. Treasure Island, Huckleberry Finn, the Mowgli Stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up of
ആൽക്കോട്ട് എന്ന് വരെ എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇതിനുള്ള ആൻസർ ആയി. അപ്പൊ ഏതാ? ദ ബുക്സ് ദാറ്റ് ഗേവ് ദ ബോയ് ദ മിക്സ്ഡ് റീഡിംഗ് എക്സ്പീരിയൻസ് ഈസ് എന്ന് എഴുതിയിട്ട് ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മെയ് ആൽക്കോട്ട്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അഡ്വഞ്ചേഴ്സ് ഇൻ എന്തുകൊണ്ടാണ് ആ ബ്രാഞ്ചസ് ഏത് സീസണിലാണ് കൂടിയിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് സ്പ്രിംഗ് സീസണിലാണ്. എന്നാണ് നോയ്സി കോറൽ എന്ന് മീനിങ് വരുന്ന വേർഡ് സ്ക്വാബ്ലിംഗ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാ ഒരുപാട് ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ കിളികൾ വന്നിട്ട് അവിടെ കൂട്ടം കൂടിയിരിക്കുന്നതുകൊണ്ടാണ് നോയ്സി പ്ലീസായി മാറുന്നത്. മിക്സ്ഡ് റീഡിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ബുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മെയ് ആൽക്കോട്ട്. ഇത്രയും നോവൽസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കാം. ഇനി ക്വസ്റ്റ്യൻ 6 മുതൽ 9 വരെയുള്ളതാ നമുക്ക് നോക്കാനുള്ളത്. ഇത് നമ്മുടെ ലൈൻസ് റിട്ടൺ ഇൻ എലി സ്പ്രിംഗ് പറഞ്ഞ പോയല്ലേ, നമ്മുടെ 2ാമത്തെ പോയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ പോയത്തില് ലൈന് താഴെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. എന്നിട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്നിട്ട് അതിന് പുറകെ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഈച്ച് ക്വസ്റ്റ്യൻസ് ഗെറ്റ് 1 സ്കോർ. I had 1,000 blended while in a grove it reclined. In the sleep mode, when pleasant thoughts bring sad thoughts to the mind, to her fair works deep nature, to human soul that through me ran, and much it grieved my heart to think what man has made of man. ഇത് ക്ലാരിറ്റി കുറവാട്ടോ നമ്മുടെ സമഗ്രയിലെ PDF ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ വായിക്കുമ്പോൾ കിട്ടാത്ത വേർഡ് ഉണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി വെക്കുകയെങ്കിലൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മള് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പോയത്തിലെ ലൈൻസ് ആണ്. ഒരു 8 ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ 8 വരിയെ അടിസ്ഥാനമാക്കിയിട്ട് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What does the poet mean by the expression 1,000 blended notes? നമ്മള് പോയത്തിന്റെ ഫസ്റ്റ് ലൈനിൽ കണ്ടില്ലേ 1,000 blended notes. അതുകൊണ്ട് പോയറ്റ് എന്താണ് അർത്ഥമാക്കുന്നത്, ആ എക്സ്പ്രഷൻ കൊണ്ട് പോയറ്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ? അപ്പൊ നമുക്ക് ആൻസർ വായിക്കാം. The expression 1,000 blended notes means a wide variety of different sounds or lots of varied and mixed sound. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 6ലെ 1,000 blended notes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ്സ് ഓഫ് മിക്സ്ഡ് സൗണ്ട്, അതായത് ഒരുപാട് സൗണ്ട് കൂടിച്ചേർന്നത് അല്ലെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടുകൾ കൂടിച്ചേരുന്നതിനെയാണ് 1,000 blended notes എന്ന് പറയുന്നത്. ഒന്നുകിൽ എന്താ, ഒരുപാട് സൗണ്ട് കൂടിച്ചേരുക, ഒരുപാട് വെറൈറ്റി ഓഫ് സൗണ്ട്സ് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ 1,000 blended notes എന്ന് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What did the pleasant thoughts bring sad thoughts to the poet's mind?
നമ്മൾ ഈ പോയം വായിക്കുമ്പോ അറിയാം, പോയറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമേജസ്, നല്ല നാച്ചറിനെ പറ്റി നല്ല ഭംഗിയുള്ള പ്രകൃതിയിലെ ഭംഗിയുള്ള സൗണ്ട്സ് ഒക്കെയാണ് നമ്മുടെ പോയറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോയ്സും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ പൊതുവെ തോന്നുന്നത് എന്താ, നമുക്ക് യൂഷ്വൽ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന ഭയങ്കര പ്ലസ് തോന്നുന്നുണ്ട്. അതിന് റീസൺ എന്താന്നാണ് ചോദിക്കുന്നത്. ഈ പ്ലസന്റ് ആയിട്ടുള്ള തോട്ടാണല്ലോ അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ളത്. എന്നിരുന്നാലും ഇടയ്ക്ക് സാഡ് തോട്ട്, അതായത് ഇങ്ങനെ ഒട്ടും ഹാപ്പി അല്ലാത്ത അൺഹാപ്പി ആയിട്ടുള്ള തോട്ട് അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് വരാനുള്ള കാരണം എന്താന്നാണ് 7ാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ കീ ഞാൻ ഈ PDF-ന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആവും ട്ടോ. അപ്പൊ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. While the poet was enjoying the pleasant sights and sound of the nature, he could not altogether forget the reality of man's world and what man has made of man. This brought sad thoughts into his mind. അപ്പൊ എന്താ, while the poet was enjoying the pleasant sights, നമ്മുടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റ് ഉണ്ടല്ലോ, ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് സൈറ്റും സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകളും സൗണ്ടുകളും ആണ് നമ്മുടെ പോയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ അയാളുടെ മൈൻഡിലേക്ക് എന്താ ഒരു ബാഡ് തോട്ട് ആ ടൈമിലും വരുന്നുണ്ട്. അതിന് റീസൺ എന്താ, മാനിന്റെ ആക്ഷൻ, മനുഷ്യന് വേണ്ടി, അതായത് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സാഡ് ആയിട്ട് തോന്നുന്നത്. കാരണം നാച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നാച്ചറിൽ ഒത്തിരി സന്തോഷിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും റിയൽ ലൈഫ് എടുത്ത് നോക്കിയാൽ അവിടെ സന്തോഷിക്കാനൊന്നുമില്ല. കാരണം മനുഷ്യന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു തോട്ടാണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ആ സാഡ് തോട്ട് ഉണ്ടാക്കുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും സൗണ്ടും കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മൈൻഡിനെ സാഡ് ആക്കാനുള്ള കാരണം ഈ തോട്ടാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യന് വേണ്ടി എന്തുണ്ടാക്കി എന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സങ്കടം വരുന്നത്. ഓക്കെ, നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ് ഫ്രം ദ ഗിവൺ ലൈൻസ്. നമുക്കിപ്പോ ഇവിടെ 8 വരി തന്നിട്ടുണ്ടല്ലോ പോയത്തിലെ. ഓഡിറ്ററി ഉണ്ട്, നമ്മളിപ്പോ വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്, ഓൾഫാക്ടറി ഇമേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇമേജസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന 8 ലൈനില് ഒരു ഓഡിറ്ററി ഇമേജ് ഉണ്ട്. എന്ത് ഇമേജാ? ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്ററി, ഓഡിയോ. ഒരു മിനിറ്റ്, കണ്ടോ, ഓഡിറ്ററി ഇമേജ് ആണ് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാനില്ല. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിയോ. നമ്മൾ ഓഡിയോ ഇമേജസ് ഉണ്ടാവില്ലേ, അതായത് വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സൈറ്റിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുക. ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ ഓഡിയോ, നമുക്ക് എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടിനെയൊക്കെ പറ്റി പറയുന്നതാണ് ഓഡിറ്ററി ഇമേജ്. പിന്നെ ഓൾഫാക്ടറി ഇമേജ് ഉണ്ട്, നല്ല സ്മെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഓഡിറ്ററി ഇമേജിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓഡിറ്ററി ഇമേജ് ഈ തന്നിരിക്കുന്ന ലൈനിൽ ഒരു ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓഡിറ്ററി ഇമേജ് എന്താന്ന് വെച്ചാൽ, ആൻ എക്സാമ്പിൾ ഓഫ് ദ ഓഡിറ്ററി ഇമേജസ് ക്യാൻ ബി സീൻ ഇൻ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. അപ്പോ ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആയിട്ട് ഈ 1000 ബ്ലെൻഡഡ് നോട്ട്സ്, നമ്മളെ ലൈനിലുള്ള 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളതാണ് ഓഡിറ്ററി ഇമേജിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. കണ്ടോ, 1000 ബ്ലെൻഡഡ് നോട്ട്സ്.
ഒരുപാട് സൗണ്ടിനെ പറ്റിയാണല്ലോ, സൗണ്ട് ആണല്ലോ ഓഡിയോ. അപ്പോൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ സൗണ്ടിനെ പറ്റിയിട്ട്, സൗണ്ടിനെ വിവരിക്കുന്ന ഇമേജസിനെയാണ് നമ്മൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഓഡിറ്ററി ഇമേജ് ആയിട്ടുള്ളത് 8000 ബ്ലെൻഡഡ് നോട്ട്സ്, അതാണ് ഓഡിറ്ററി ഇമേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആണ്. ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ ബനിയൻ ട്രീനെ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിലെ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ the things that tell us naturally to the soul of human beings. അതായത് പ്രകൃതി മനുഷ്യന്റെ മനസ്സുമായിട്ട് കണക്റ്റ് ആണ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഇതിൽ ചോദിച്ചിട്ടില്ല. പ്രകൃതി മനുഷ്യന്റെ മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ലൈൻ ഏതാ? ഒന്ന് വായിച്ചു നോക്കിയേ. Blended mood, wildly wise, in that sweet mood when the thoughts bring sad thoughts to the mind. To her fair did naturally through man, and much it grieved my heart to think what man has made of man. അപ്പൊ നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ ലൈൻസ് ആണ് നാച്ചുർ ഹ്യൂമന്റെ ആത്മാവുമായിട്ട്, മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ആത്മാവുമായിട്ട് കണക്ട് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലൈന് 5ാമത്തെയും 6ാമത്തെയും ലൈനാണ്. ടു ഹെയർ ഫെയർ വർക്ക്സ് ഡിഡ് നാച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മി റാൻ. ആ ലൈനാണ് നമുക്ക് അതിന്റെ This line tell us the nature is linked to human souls. ഈ ലൈനാണ് പറയുന്നത് നാച്ചർ ഹ്യൂമൻ സോൾസുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 9 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Read the following lines from lines written in early spring and write a note of appreciation focusing on the theme, imagery and other poetic devices. നമ്മൾ 10ാമത്തെ ഇപ്പൊ നമ്മൾ 7, 6, 7, 8, 9 ക്വസ്റ്റ്യൻ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനും എന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതൊരു എസ്സേ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഇതുവരെ നമ്മൾ ആൻസർ ചെയ്ത 9 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 9 ക്വസ്റ്റ്യൻസ്, അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. അപ്പൊ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു എസ്സേ എഴുതണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിന്റെ അപ്രീസിയേഷൻ എഴുതാനാണ്. അതിന് കുറച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വേണം എക്സാമിന് പോവാൻ. എന്നാലേ നമുക്ക് ആ പോയം നമുക്ക് തറവായിട്ട് മനസ്സിലായിരിക്കണം. നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ആ പോയത്തിനെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു അപ്രീസിയേഷൻ ഒക്കെ എക്സാമിന് കാണാണ്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം അപ്രീസിയേഷൻ. Lines written in early spring is a beautiful poem written by the renowned romantic poet William Wordsworth. He vividly describes the beauty of nature and discusses the concerns of human activities on nature. He was fascinated by the beautiful sights and sounds of nature. The poem deals with the theme of coexistence, peace, and pleasure in nature and the cruelties in the human world. The poet once sits in a grove in a relaxed mood, enjoying sights and sounds. He sees there various kinds of plants and flowers coexist. Birds hop and play around him to express their thrill of pleasure. The sights and sounds in nature bring pleasant thoughts into his mind. Nature links human souls to her fair works. Still, humans thoughtlessly destroy nature. When the poet thinks of human activities, he becomes very sad.
Nature has linked her soul to the souls of human beings. He contemplates the changes that society has undergone around him. The breezy air. He thinks that there is a pleasure everywhere in nature. The poet says that coexistence is nature's holy plan, but he laments over the cruelties of man against nature, and he wonders why man has moved away from nature. According to the poet, the nature is being human beings immeasurably. They are unaware of the beauty and significance of nature. Human beings destroy the harmony and the serenity of nature through their harmful and destructive activities. They are ignorant of future generations. It causes much harm and destruction to nature. The lines to her fair works did nature link. Every flower enjoys the air it breathes, and the budding twigs spread out their fan to catch the breezy air are example of personification. There is the figure of speech hyperbole in the expression a thousand blended notes. What man has made of man is an example of alliteration. The poem ends with a rhetorical question. Have I not reason to lament what a man has made of man? An example of the auditory image is there. In I heard a thousand blended notes, the breezy air brings to our mind a tactile image as well. Some visual images are flowers, birds, grove, bower, budding twigs, etc. The rhyme scheme of the poem is ABA. Okay. ഇത്രയാണ് നമ്മുടെ അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ നമ്മുടെ ഓതറിനെ പറ്റിയിട്ട്, എഴുത്തുകാരനെ, നമ്മുടെ കവിയെ പറ്റിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഈ അപ്രീസിയേഷന്റെ മലയാളം മീനിങ് ഒന്ന് നോക്കാം. Lines Written in Early Spring is a beautiful poem written by the renowned romantic poet William Wordsworth. നമ്മുടെ ഈ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയാണ്. അത് എഴുതിയിരിക്കുന്നത് ആരാ? റൊമാൻറ്റിക് പോയറ്റ്. ഇംഗ്ലീഷിലുള്ള ഒരു മൂവ്മെന്റ് ആണ് റൊമാൻറ്റിസിസം. അത് നിങ്ങൾ വരും ക്ലാസ്സിലൊക്കെ പഠിക്കും. റൊമാൻറ്റിസിസത്തില് ഒരു ഇമ്പോർട്ടന്റ് റിനൗണ്ട് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് വില്യം വേർഡ്സ്വർത്ത്. He vividly describes the beauty of nature. അദ്ദേഹം നാച്ചറിന്റെ ബ്യൂട്ടിയെ പറ്റിയിട്ട്, അതായത് പ്രകൃതി ഭംഗിയെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യും. ഡിസ്കസസ് ദ കൺസേൺസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ നാച്ചർ. മനുഷ്യര് നാച്ചുറൽ പ്രകൃതിക്ക് മേലുണ്ടാകുന്ന ആക്ഷൻസ് എന്തൊക്കെ രീതിയിലാണ് ബാഡ് എഫക്ട് ചെയ്യുക, മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ആറ്റിറ്റ്യൂഡ്, പ്രവർത്തികളെയും പറ്റി അദ്ദേഹം എഴുതാറുണ്ട്. He was fascinated by the beautiful sight and sounds of nature. അദ്ദേഹം പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളെയും സൗണ്ടുകളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. The poem deals with the theme of coexistence, peace and pleasure in the nature. അതുപോലെ പീസ്, കോഎക്സിസ്റ്റൻസ്, പ്ലഷർ, ഇതൊക്കെയാണ് ഈ പോയത്തിലെ മെയിൻ തീമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്രീസിയേഷൻ എഴുതുന്നത്. എന്നിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താ എഴുതണ്ടേ? പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമാജറി, പിന്നെ റൈമിങ് സ്കീം, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ പോയത്തിൽ മെയിൻ ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് പഠിക്കാം. മറ്റേത് പോയത്തിന്റെ മീനിങ് എഴുതാനാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ. അപ്പൊ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാ നോക്കാം. The lines to her fair works did nature link. അങ്ങനെ ഒരു ലൈനില്ലേ, എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്hes. ഈ രണ്ട് ലൈനിലൂടെയും എന്താ കാണിക്കുന്നത്? പേഴ്സണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് ഈ ലൈൻസ്. ടു ഹെയർ ഫെയർ വർക്ക്സ് ഡിഡ് നാച്ചുർ ലിങ്ക്സ്, അതുപോലെ തന്നെ എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്hes. ഇതിലൂടെ പേഴ്സണിഫിക്കേഷൻ ആണ് നമ്മുടെ പോയിറ്റ് വില്യം വേർഡ്സ്വർത്ത് കാണിക്കുന്നത്. There is the figure of speech hyperbole in the expression 8,000 blended notes. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ എന്നൊക്കെ പറയും. നമ്മൾ അതിശയോക്തി പറയാന്ന് പറയില്ലേ,
അതായത് ഒരു കാര്യത്തെ നമ്മൾ വലുതാക്കി പെരുപ്പിച്ച് പറയുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൽ ഒരു ഹൈപ്പർബോളി യൂസ് ചെയ്തിട്ടുണ്ട്. 8,000 ബ്ലെൻഡഡ് നോട്ട്സ്, അത് ഒരു ഹൈപ്പർബോളിയാണ്. നമ്മുടെ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പർബോളി. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കൊരിക്കലും 1000 ബ്ലെൻഡഡ് 1000 സൗണ്ട് ഒത്തുചേർന്നിട്ട് ഒരു സൗണ്ട് ഒന്നും മേക്ക് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ പെരുപ്പിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളതിന് ഒരു ഹൈപ്പർബോൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സാജറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ അലിട്രേഷൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതിലെന്താണ് ഒരു അലിട്രേഷൻ ഉണ്ട്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് എ മാൻ, എം എന്നുള്ള സൗണ്ട്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻസ് ആണല്ലോ. അപ്പൊ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ആയി വരുന്നത് നമ്മുടെ ലാസ്റ്റ് ലൈൻ കണ്ടോ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എം എന്നുള്ള സൗണ്ട് 3 തവണ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പോയത്തിലെ അലിട്രേഷൻ ഇതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ്. 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. There was a man who, ഈ ഒരു സ്റ്റോറിയാണ് നമുക്ക് ഇനിയുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഈ സ്റ്റോറി വായിച്ചിട്ട് അതിന്റെ താഴെ ഒരു 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് താഴെ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 1 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റോറി വായിക്കാം. There was a man who had 4 sons. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ അതായത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 മക്കൾ ഉണ്ടായിരുന്നു. He wanted his sons to learn not to judge things too quickly. അച്ഛന്റെ ആഗ്രഹം എന്താ വെച്ചാൽ തന്റെ മക്കളൊന്നും കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കരുത്. കാരണം നമ്മളിപ്പോ ഒരു കാര്യത്തെ പെട്ടെന്ന് ജഡ്ജ് ചെയ്താൽ, നമ്മളൊരു കാര്യത്തെ പെട്ടെന്ന് വിലയിരുത്തുവാണെങ്കിൽ അത് അത്ര കറക്റ്റ് ആയിട്ടാവില്ല. നമ്മളിപ്പോ ഒരു കാര്യം പെട്ടെന്ന് അത് അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ശരിക്കും അങ്ങനെ ആയിക്കൊള്ളണം. When they had so he sent each to go and look at a pear tree that was a great distance away. ഒരുപാട് ദൂരം. അതുകൊണ്ട് അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹം ഓരോ മക്കളെ ദൂരെ ഒരുപാട് അകലത്തിലുള്ള ഒരു പിറ്റി നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് അയച്ചു. 4 മക്കളാണുള്ളത്. 4 മക്കളെയും ഓരോ മരങ്ങൾ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. The first son went winter. ആദ്യത്തെ മകൻ പോയത് ഏതാ? മഞ്ഞുകാലത്താണ്. നമ്മൾ വിന്റർ സീസണിലാണ് ഫസ്റ്റ് സൺ പോയത്. സെക്കൻഡ് സൺ പോയതോ സ്പ്രിംഗ് സീസൺ, വസന്തകാലത്ത്. ഫസ്റ്റ് സൺഡേ ഏത് സീസണിലെ? വിന്റർ. സെക്കൻഡ് സൺ സ്പ്രിംഗ് സീസണിൽ. തേർഡ് സൺ സമ്മറിലും പോയി. അതുപോലെ തന്നെ ഫോർത്ത് സൺ ചെറിയ മകൻ ഓട്ടം സീസൺ ശിശിരകാലത്തും പോയി. അപ്പൊ ഫസ്റ്റ് സൺ വിന്ററിൽ മഞ്ഞുകാലത്ത്, സെക്കൻഡ് സണ്ണ് സ്പ്രിംഗില് വസന്തകാലത്ത്, തേർഡ് സണ്ണ് സമ്മറില് വേനൽക്കാലത്ത്, അതുപോലെ തന്നെ യങ്ങസ്റ്റ് സണ്ണ് ഓട്ടം സീസണില് ഇല പൊഴിയുന്ന കാലത്ത് ശിശിരകാലത്ത് പോയി. All gone and returned. He called them together to describe what they had seen. അവര് 4 പേരും ഓരോരോ സീസണിലാണല്ലോ, ഓരോരോ കാലത്താണ് പോയിട്ട് വന്നേ. എന്നിട്ട് ഈ 4 മക്കളെയും വിളിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ആ പീക്ക് ട്രീയിൽ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ the first son said that he was utterly bent and twisted. ആദ്യത്തെ മകൻ പോയിട്ടുള്ളത് ഏത് സീസണിലാ? വിന്റർ സീസണിലാ. വിന്റർ സീസണിൽ എന്താവും? ഇലയൊക്കെ കൊഴിഞ്ഞ് ആ മരം മൊത്തം മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ വിന്റർ സീസൺ പോലെ ഒന്നല്ലല്ലോ. അപ്പൊ മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. അപ്പൊ മരം ഒന്ന് ബെൻഡായിട്ട് അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ലാതെ ഒന്ന് കുനിഞ്ഞിട്ടൊക്കെ ഇലയൊന്നും ഇല്ലാതെ കുനിഞ്ഞ് എന്താ ശിഖരങ്ങൾ ബ്രാഞ്ചസ് മാത്രമായിട്ട് അത്ര ബ്യൂട്ടിഫുൾ അല്ലാത്ത ഒരു കാഴ്ചയാണ് മകന് വിന്റർ സീസണിൽ ഉണ്ടാവുന്നത്. പിന്നെ സെക്കൻഡ് സൺ. The second son said it was covered with green buds and full of blossoms that smelled so sweet and looked so beautiful. രണ്ടാമത്തെ സൺ പോയിരിക്കുന്ന സീസൺ ഏതാ? സ്പ്രിംഗ് സീസണിൽ. സ്പ്രിംഗ് സീസണിൽ അദ്ദേഹം പോയപ്പോ കണ്ടത് എന്താ? it was covered
ഉണ്ടായിരുന്നു. ആൻഡ് ഫുൾ ഓഫ് ബ്ലോസം, ഒരുപാട് മുട്ടുകളുള്ള ഒരു മരമാണ് അദ്ദേഹം പിയർ ട്രീ ആണ് കണ്ടത്. ദാറ്റ് സ്മെൽഡ് സോ സ്വീറ്റ്, ആ മരത്തിന്റെ മുട്ടുകൾക്ക് നല്ല മധുരമായ സ്മെല്ല്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. ആ മരം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, കാരണം വസന്തകാലാണ്, പൂക്കൾ ഉണ്ടാകുന്ന ടൈം, അതുകൊണ്ട് തന്നെ ആ മരം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഗ്രേസ്ഫുൾ തിങ് ഈ ഹാഡ് എവർ സീൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി കണ്ടിട്ടുള്ള കാര്യം ഇതാണ്, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതായിരുന്നു. ദ തേർഡ് സൺ ഡിസഗ്രീഡ് വിത്ത് ഓൾ ഓഫ് ദം. പക്ഷെ മൂന്നാമത്തെ സൺ ഈ രണ്ടുപേരുടെ അഭിപ്രായത്തോടും എതിർത്തു. കാരണം അവൻ കണ്ട കാഴ്ച ഡിഫറെന്റ് ആണ്, വേറെയാണ് അവൻ കണ്ടിരിക്കുന്നത്. അവൻ എന്താ കണ്ടത്? He said it was ripe and drooping with fruit full of life and fulfillment. അവൻ പോയിരിക്കുന്നത് ഏത് സീസണിലാ? സമ്മർ സീസൺ ആയപ്പോഴേക്ക് ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അതിന്മേൽ കായകൾ ഉണ്ടാവാൻ തുടങ്ങി, നല്ല പഴുത്ത കായകൾ, പിയറിലെ കായകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സീസണിലാണ് അവൻ പോയിരിക്കുന്നത്. The fourth son disagreed to all and said that the tree was covered with red leaves and the floor was carpeted with golden leaves. നാലാമത്തെ സണ്ണില്ലേ, അവൻ ഇവരുടെ 3 പേരുടെ അഭിപ്രായത്തോടും എതിർത്തു. കാരണം അവൻ ഏത് സീസണിലാണ്? ഓട്ടം സീസണിലാണ് പോയിട്ടുള്ളത്, ശിശിരകാലത്താണ് പിയർ ട്രീനെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്. ഈ സീസണിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഈ സീസണില് അതില് ആ മരത്തിലെ ഇലകൾ മൊത്തം ഉണങ്ങിയിട്ട് റെഡ് കളർ ആയിട്ടുണ്ട്. പിന്നെ നിലത്ത് ഒരുപാട് ഗോൾഡൻ ലീവ്സ്, ഉണങ്ങിയ ഇലകളും വീണ് കിടക്കുന്നുണ്ട്. ഇതാണ് നാലാമത്തെ സൺ കണ്ട കാഴ്ച. The man then explained to his sons that they had each seen one season in the tree's life. അപ്പൊ അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ ആ 4 മക്കളുടെ അടുത്തും പറയും, നിങ്ങളിപ്പോ ഈ മരത്തെ, നിങ്ങൾ 4 പേരും ഈ മരത്തെ കണ്ടത് ഒറ്റ സീസണിൽ മാത്രം, അതിന്റെ ഒരു കാലഘട്ടം മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് ഒരു കാലത്ത് അതെങ്ങനെയായിരിക്കും എന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് അച്ഛൻ പറയും. But could only be measured at the end. He told them that they could not judge a tree or a person by only one season. നമ്മൾ ഒരു മരത്തെയോ ഒരു ആളെയോ ഒരു വ്യക്തിയെയോ കണ്ടാല് നമ്മൾ അയാളുടെ ഒരു പ്രവൃത്തി കണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു മരത്തെ ഒരു സീസണിൽ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ വിലയിരുത്താൻ പാടില്ല. ബട്ട് കുഡ് ഓൺലി ബി മെഷേർഡ് അറ്റ് ദ എൻഡ് വെൻ ഓൾ ദ സീസൺസ് വെയർ അപ്പ്. എല്ലാം അതിനെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു മരത്തെയാണ് ഇപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സീസണിലുള്ള അതിന്റെ അപ്പിയറൻസ് കണ്ടിട്ട് വേണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ ആക്ഷൻസും നോക്കിയിട്ടാണ്, അല്ലാതെ ഒറ്റ ആക്ഷൻസ് കണ്ട് മാത്രം നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഇഫ് യു ഗീവ് അപ്പ് വെൻ ഇറ്റ്സ് വിന്റർ യു വിൽ മിസ് ദ പ്രോമിസ് ഓഫ് സ്പ്രിംഗ്. നിങ്ങളിപ്പോ വിന്ററിലാണ് ഈ മരത്തെ കാണുന്നെങ്കിൽ സ്പ്രിങ്ങിന്റെ ബ്യൂട്ടി അതിനുണ്ടാവില്ല. ദ ഫുൾഫിൽമെന്റ് ഓഫ് സമ്മർ, ബ്യൂട്ടി ഓഫ് ഓട്ടം. ഇപ്പൊ നമ്മൾ വിന്ററിൽ കാണുമ്പോൾ അത് അഗ്ലിയാണ്, അപ്പൊ നമുക്ക് സ്പ്രിങ്ങിലോ ഓട്ടത്തിലോ അതുപോലെ തന്നെ സമ്മറിലോ ആ മരത്തിന് ഉണ്ടാവുന്ന ഭംഗി നമ്മൾ കാണുന്നില്ല. ഹി സെഡ് ഡോണ്ട് ജഡ്ജ് ലൈഫ് ബൈ വൺ ഡിഫിക്കൽട്ട് സീസൺ. നമ്മൾ ഒരിക്കലും ലൈഫിനെ, ജീവിതത്തിൽ ഒറ്റ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വെച്ച് മാത്രം വിലയിരുത്താൻ പാടില്ല. ഡോണ്ട് ലെറ്റ് ദ പെയിൻ ഓഫ് വൺ സീസൺ ഡിസ്ട്രോയ് ദ ജോയ് ഓഫ് ഓൾ ദ റെസ്റ്റ്. നമ്മൾ ബാക്കിയുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട്, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ. ഇത്രയാണ്, അത്യാവശ്യം വലിയ പാരഗ്രാഫാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. The lesson of life. പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ തന്റെ 4 മക്കളെയും പറഞ്ഞയക്കുന്നത്. എങ്ങോട്ടാണ് അച്ഛൻ 4 മക്കളെയും പറഞ്ഞയക്കുന്നത്? ജീവിതത്തിന്റെ ലെസൺ, പാഠം 4 മക്കളെയും എങ്ങോട്ടാണ് പറഞ്ഞയക്കുന്നത് എന്നാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. The man sent his sons to look at a pear tree. That was a great decision. They had to learn a lesson of life. അച്ഛൻ ഒരുപാട് മക്കളെ അയക്കുന്നത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് the man sent his sons to learn the lesson of life. എങ്ങോട്ടാണ് ജീവിതത്തിന്റെ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്? എങ്ങോട്ടാ? ആൻസർ നോക്കാം. The man sent his sons to look at a pear tree that was a great distance away to learn the lesson of life. ഒരുപാട് ദൂരെയുള്ള പിയർ ട്രീ നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മക്കളെ പറഞ്ഞയക്കുന്നത്. ജീവിതത്തിലെ പാഠം പഠിക്കാൻ ഒരുപാട് ദൂരെയുള്ള പിയർ ട്രീ നോക്കാനാണ് അച്ഛൻ തന്റെ 4 മക്കളെയും പറഞ്ഞയക്കുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ സെക്കൻഡ് സൺ ഡിസ്ക്രൈബ് ദ ട്രീ? നമ്മൾ പറഞ്ഞല്ലോ 4 മക്കളും എങ്ങനെയൊക്കെയാണ് ആ ട്രീനെ ഡിസ്ക്രൈബ് ചെയ്തത്. സെക്കൻഡ് സൺ ഏത് സീസണിലാണ് പോയിട്ടുള്ളത്? കണ്ടോ, സ്പ്രിംഗ് സീസണിലാണ് സെക്കൻഡ് സൺ പോയിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് സൺ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്? അതാണ് അദ്ദേഹം നറേറ്റ് ചെയ്യുന്നത്. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. The second son described that the tree was covered with green buds and full of blossoms that smelled so sweet and looked so beautiful. In his opinion, it was the most graceful thing he had ever seen. രണ്ടാമത്തെ മകൻ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ ആ മരത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാ? ആ മരം ഗ്രീൻ ബഡ്സ്, പച്ച മൊട്ടുകൾ കൊണ്ട് കവർ ചെയ്ത ഒരു മരമായിരുന്നു. ഫുൾ ഓഫ് ബ്ലോസംസ് ആൻഡ് സ്മെൽ, ഒരുപാട് നല്ല സ്മെല്ലുള്ള, നല്ല സുഗന്ധം പരത്തുന്ന ഒരുപാട് മൊട്ടുകൾ അതിലുണ്ടായിരുന്നു. ആ മരം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ വെച്ച് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ആ മരമായിരുന്നു, സെക്കൻഡ് സണ്ണിന്റെ അഭിപ്രായത്തിൽ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വാസ് ദ ട്രീ? 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വാസ് ദ ട്രീ ഇൻ ഓട്ടം സീസൺ? ശിശിരകാലത്ത് ആ ട്രീ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ സ്പ്രിംഗ് സീസണിലെ കാര്യം പറഞ്ഞൂലേ, സെക്കൻഡ് സൺ പറഞ്ഞത്. ശിശിരകാലത്ത് എങ്ങനെയായിരുന്നു? ആൻസർ നോക്കാം. ഇൻ ഓട്ടം സീസൺ ദ ട്രീ വാസ് കവേർഡ് വിത്ത് leaves and floors, covered with red leaves and the floor was carpeted with golden leaves. ശിശിരകാലത്ത് എന്താന്ന് വെച്ചാൽ ആ ട്രീയിൽ ഒരുപാട് ചുവന്ന ഇലകൾ, ഫ്ലോർ ഉണ്ടല്ലോ, നിലത്തെല്ലാം ഒരുപാട് ഗോൾഡൻ കളർ, സ്വർണ്ണ നിറത്തിലുള്ള ഇലകളും വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആയിട്ടുള്ള കാര്യമാണ്. ഇല പൊഴിയുന്ന സീസണാണ്. മരത്തിലെ ഇലകളെല്ലാം പഴുത്തിട്ട് അവ നിലത്തേക്ക് വീഴാൻ തുടങ്ങും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണാണ് അത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് മേഡ് ദ ഫാദർ സേ ദാറ്റ് നോ വൺ ക്യാൻ ജഡ്ജ് എ ട്രീ ബൈ ഓൺലി വൺ റീസൺ? ഒറ്റ റീസൺ അതിന്റെ കാരണം എന്താണ്? None of such describe the tree with all its appearances, beauty and could see one seasonal appearance of the tree. The man said that no one can judge a tree by one season. അതുകൊണ്ട് തന്നെ എന്താ അച്ഛൻ പറയുന്നത്? അദ്ദേഹത്തിന്റെ മക്കളൊന്നും കണ്ടിട്ടുള്ള ഒരു സീസണില് ഓൺലി വൺ സീസണൽ അപ്പിയറൻസ് ഓഫ് ദ ട്രീ they could see. അതെന്താ, ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു സീസണിലെ ആ ട്രീന്റെ അപ്പിയറൻസ് മാത്രമാണ് അവരുടെ മക്കളെല്ലാം, അച്ഛന്റെ മക്കൾ കണ്ടിട്ടുള്ളത്. അപ്പോ നോ വൺ ക്യാൻ ജഡ്ജ് എ ട്രീ ബൈ ഓൺലി വൺ സീസൺ. അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾക്കും ഒരു സീസണിലുള്ള ആ ട്രീയുടെ അപ്പിയറൻസ് കണ്ട് മാത്രം ആ ട്രീനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂല എന്ന് അച്ഛൻ പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെസ്സേജ് ഡിഡ് ദ ഫാദർ ഗിവ് ഹിസ് സൺ? അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്? ഈ ഒരു സ്റ്റോറിയിലൂടെ അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. The father gave the message to his sons that no one could judge a tree or a man by only one season, but only could measure at the end when all the seasons were up, or no one should judge any person or thing without knowing fully about the person or the thing. അപ്പൊ ഇതാണ് ആൻസർ. ഒന്നുകൂടി വായിക്കാം.
The father gave the message to his sons that no one could judge a tree or a man by only one season, but only could measure at the end when all the seasons were up, or no one should judge any person or thing without knowing fully about the person or thing. അച്ഛൻ കൊടുക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ നമ്മൾ അതിന്റെ ഒറ്റ അപ്പിയറൻസ്, ഓൺലി വൺ അപ്പിയറൻസ് കണ്ട് മാത്രം, ഒരു തവണത്തെ അപ്പിയറൻസ് കണ്ട് മാത്രം വിലയിരുത്താൻ പാടില്ല എന്നുള്ള മെസ്സേജാണ് അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് 16-ാമത്തെയും 17, 18, 19 ഇതൊക്കെ അതെല്ലാം ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് അപ്പൊ നമുക്ക് 16-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈല്. അപ്പൊ ആയിട്ടുള്ള ഫീൽഡ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വില്യം വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് 16-ാമത്തെ ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, ആൻസർ നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. പ്രൊഫൈലിന്റെ ഫോർമാറ്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ പ്രൊഫൈലിന്റെ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ പ്രൊഫൈല് ഒന്ന് എഴുതി നോക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് ആൻസർ ചെയ്ത് നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കണം. എന്നിട്ടേ നിങ്ങൾ ആൻസർ കീയോ അല്ലെങ്കിൽ മറ്റു വീഡിയോസോ മറ്റൊക്കെ കാണാൻ പാടുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഫസ്റ്റ് അത് സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. Profile of William Wordsworth using the hints given below. Appropriate links to what are necessary. Book 70 Pokemon Agent. പിന്നെ അദ്ദേഹം മരിച്ചിട്ടുള്ളത് 1823 അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The boy in the story Adventures in a Banyan Tree had a wonderful experience during his vacation. He narrated the events to his friends. Prepare the likely narrative. അപ്പൊ നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞ സ്റ്റോറിയില് ബോയ് ഉണ്ടല്ലോ, ബോയ് അവന്റെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നാട്ടിലോട്ട് വരുന്നത്. അപ്പൊ ആ ടൈമിൽ അവനുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ അവന്റെ ഫ്രണ്ടിനോട്, വെക്കേഷൻ കഴിഞ്ഞ് പോയിട്ട് ഫ്രണ്ടിനോട് നരേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ നരേറ്റീവാണ് നമ്മൾ എഴുതേണ്ടത്. എഴുതുമ്പോൾ ഏതൊക്കെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം? ഓൾഡ് ബനിയൻ ട്രീനെ പറ്റിയിട്ട് എഴുതണം. പിന്നെ ഫേവറേറ്റ് ഡൊമൈൻ, ആ ബനിയൻ ട്രീ ആയിരുന്നു അവന്റെ ഫേവറേറ്റ് ഡൊമൈന്. പിന്നെ സ്ക്യൂറല്, ഒരു സ്ക്യൂറലിനെ ഒരു അവിടെ വെച്ചിട്ട് ഒരു സ്ക്യൂറലുമായിട്ട് അവന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ, അതിന് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാൻ വേണ്ടി അവൻ കൊടുക്കായിരുന്നു. പിന്നെ ഹോട്ട് സമ്മർ ഡേയ്സ്, എങ്ങനെയാണ് വേനൽക്കാലത്ത് അവൻ ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ആ ബനിയൻ ട്രീന്റെ നടുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. പിന്നെ കീരിയും പാമ്പും തമ്മിലുള്ള ആ ഫൈറ്റ് ഇല്ലേ, മാംഗൂസും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റ്. സപ്പോർട്ടേഴ്സ് ഓഫ് മാംഗൂസിനെ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാ, കീരിയെ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാ, പിന്നെ ആ ഫൈറ്റിൽ ആരാ ജയിച്ചത്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഓഫ് വൈറ്റ് റൈറ്റ് ആൻഡ് ഗ്രേ സ്ക്യൂറൽ. പിന്നെ വൈറ്റ് റൈറ്റിനും ഗ്രേ സ്ക്യൂറലും വൈറ്റ് സ്ക്യൂറൽ ഉണ്ടായില്ലേ, ലാസ്റ്റ് ഒരു ചെറിയ വെള്ള ആൺകുട്ടി ഉണ്ടായില്ലേ,
അതിനെ പറ്റിയിട്ടും എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ നരേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. നരേഷൻ എഴുതുമ്പോൾ ഐ എന്ന് വെച്ചിട്ട് വേണം എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ഐ ആം സ്പെൻഡ് മൈ വെക്കേഷൻ ഇൻ മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്. അങ്ങനെ ഐ വെച്ചിട്ട് വേണം നമ്മൾ നരേഷൻ എഴുതാൻ. അല്ലാതെ ഹിയോ ഹിമ്മോ ഒന്നും വെച്ച് നമ്മൾ ഐ വെച്ചിട്ട് വേണം നമ്മൾ നരേഷൻ എഴുതാൻ. ഓക്കെ. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അതൊരു റൈറ്റപ്പ് എഴുതാനാണ്, എസ്സേ എഴുതാനാണ്. സത്യജിത്ത് റേ മെയ്ഡ് എലാബറേറ്റ് പ്രിപ്പറേഷൻസ് ഫോർ ദ ഷൂട്ടിംഗ് ഓഫ് എ സീൻ വിത്ത് ദ ടൈഗർ ഇൻ ഹിസ് ഫിലിംസ് ഗോപികൈൻ ആൻഡ് ബാഗാബൈൻ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ reading the memoir Project Tiger, prepare a write-up on the difficulties faced by Ray in the making of the film. അപ്പൊ നമ്മുടെ പ്രൊജക്ട് ടൈഗർ ഉണ്ടല്ലോ, അതില് ബേസ് ചെയ്തുകൊണ്ടൊരു എന്താ റൈറ്റപ്പ് എഴുതാൻ. പ്രൊജക്ട് ടൈഗറിൽ ഗോപികൈൻ ബാഗാബൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം നമ്മുടെ സത്യജിത്ത് റേ എന്താ ഫിലിമിന്റെ ഷൂട്ടിംഗ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു എസ്സേ എഴുതാനാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ബോയ് വാസ് എക്സൈറ്റഡ് ടു സീ ദ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്. ദാറ്റ് നൈറ്റ് ഹി റോട്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി. അപ്പൊ നമ്മുടെ മാംഗൂസും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ കണ്ടില്ലേ, ആ ബോയ് എക്സ്പീരിയൻസ് ചെയ്തില്ലേ. അന്ന് രാത്രി അവൻ ആ ഫൈറ്റ് അവന്റെ ഡയറിയിൽ എഴുതി വെക്കുന്നത്, ആ ഡയറി എൻട്രി എഴുതാനാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഇരുപതാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? The news about the robbery that happened in the homeopath's house appeared in the leading daily. Write the likely news report. നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഹോമിയോപ്പതിന്റെ വീട്ടില് ഒരു മോഷണം നടന്നില്ലേ, ഒരു റോബറി നടന്നില്ലേ. ആ മോഷണത്തെ പറ്റിയിട്ട് പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ എന്താ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഒരു പത്രവാർത്ത വരുവാണ്. ആ പത്രവാർത്ത എഴുതാനാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഇൻവൈറ്റ്സ് ദ നോട്ടഡ് റൈറ്റർ സ്കിൻ ബോണ്ട് ടു ഇനാഗ്രേറ്റ് ദ 3-day ലിറ്റററി ഫെസ്റ്റിവൽ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ് ഉണ്ടല്ലോ, ഒരു 3 ദിവസം നീണ്ട ഒരു ലിറ്റററി ഫെസ്റ്റിവൽ റെസ്റ്റിംഗ് ബോർഡിന്റെ ആയിട്ട് വിളിക്കുന്നുണ്ട്. Prepare a notice to invite the parents, teachers and students of the school to the function. നമ്മൾ എന്താ എഴുതണ്ടേ? ഇവരെ ഇൻവൈറ്റ് ചെയ്യാൻ, അതായത് റസ്കിൻ ബോണ്ടിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലിറ്റററി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടല്ലോ. ഇതിലേക്ക് നമ്മുടെ പാരന്റിനെയും കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ കൂടി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കണം. ആ നോട്ടീസ് നമ്മൾ തയ്യാറാക്കണം. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് narrate his experience with the snake to one of his friends who is a journalist in a leading newspaper. Prepare the likely conversation between the homeopath and the journalist. അപ്പൊ ഹോമിയോപതി തന്റെ വീട്ടിലുണ്ടായ ആ മോഷണത്തിന്റെ കാര്യമൊക്കെ പിറ്റേന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ തന്റെ സുഹൃത്തും ഹോമിയോപതും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് ആ ക്വസ്റ്റ്യൻ.
ആവട്ടെ, ഡയറി ആവട്ടെ, ആരുടെ എന്നുള്ളത് നമ്മൾ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ആ പേരൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ആൻസർ സുഖമാവും. എഡ്യൂക്കേറ്റ് പെട്ടെന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിരുന്ന് വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ അടിയിലൊന്ന് വരഞ്ഞിരിക്കുന്നു, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നല്ല കാര്യം. നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പൊ നമ്മൾ You are one of the reporters present the occasion. Prepare 6 questions that you may ask Ray about the shooting. ബാഗാബേ എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഷൂട്ടാണല്ലോ സത്യജിത്ത് റേ ചെയ്യുന്നത്. അതിൽ സത്യജിത്തിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു എഴുതാനാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് based on the reading of the stories Adventures in Nature and Snake and Mirror, prepare a speech on the topic the need of living in harmony with nature. അതിൽ സ്നേക്ക് ആൻഡ് ദ മിററും ഈ 2 സ്റ്റോറീസ് വായിച്ചതിന് ശേഷം നമ്മൾ നീഡ് ഓഫ് പ്രകൃതിയെ ഒത്ത് ജീവിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഒരു സ്പീച്ച്, ആ സ്പീച്ചിൽ നമ്മൾ ഈ 2 സ്റ്റോറീസിനെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം ആ പ്രസംഗം നമ്മൾ എഴുതാനായി. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? The homeopath in the story The Snake and the Mirror is a man who is able to find humor in every aspect of life. Prepare the characters with the homeopath. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ ഉണ്ടല്ലോ, അതിൽ ഹോമിയോപ്പതി ഇല്ലേ സെൻട്രൽ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഉള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.
അപ്പോ നമ്മള് ഈ ഡയഗ്രം ഉണ്ടല്ലോ 26 മുതൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് ഒരു ക്രിക്കറ്റ് ടീം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് പറയാൻ ഈ ഡയഗ്രം ഇവിടെ ഉള്ളത്. ബാറ്റിംഗ് 10% ടൈം, ബോളിംഗ് 50% ടൈം, റിലാക്സിങ്ങിന് 10%, ഫിറ്റ്നസ് എക്സസൈസിന് വേണ്ടിയിട്ട് 15%, ഫീൽഡ് വർക്കിന് വേണ്ടി 15%, അതുപോലെ ഫുഡ് കഴിക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ട് 37.50% ടൈമുമാണ് ഈ ടീം സ്പെൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ചിലപ്പോ ഒരു ടേബിൾ തന്നിട്ടാവും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാം, അല്ലെങ്കിൽ വീണ്ടും പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ക്രിക്കറ്റ് ടീം സ്പെൻഡ് മാക്സിമം ടൈം ഫോർ? എന്തിനാണ് ആ ക്രിക്കറ്റ് ടീം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ പൈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം ഏതിനാ. ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിങ്ങിനാണ് അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താ? ഫോർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ്. Question, how much time does the team spend for batting? യൂസ് ചെയ്തിട്ടുള്ള 10%. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നമുക്ക് 5 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. The cricket team spends 50% of their time for 15% അവർ 2 കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഏതിനൊക്കെയാ? ഫിറ്റ്നസ് എക്സസൈസസ് ആൻഡ് ഫീൽഡ് വർക്ക്. അതാണ് 28ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഞാൻ ഇതിന്റെ ആൻസർക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനും ആൻസർ കീയും മെഷർന്ന് നോക്കണം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വാട്ട് പെർസെന്റേജ് ഓഫ് ടൈം ഇസ് സ്പെൻഡ് ഫോർ ഇംപ്രൂവിംഗ് ഫിറ്റ്നസ്? ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ്, എത്ര പെർസെന്റേജ് ടൈം അവര് സ്പെൻഡ് ചെയ്ത്? 50% അല്ലെ? 50% ടൈമാണ് അവർ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ ലേൺ ഫോർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ്? ഈറ്റിങ്ങിനും സ്ലീപ്പിങ്ങിനും ആണല്ലോ അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എത്രയാ? 37.0% ആണ് അവർ സ്ലീപ്പിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻസർ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണേ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, So identify between and it conversation boy ആ ഗ്രാൻഡ് ഫാദർ ചോദിച്ചിട്ട് എന്താണ് ആ ഗ്രാൻഡ് ഫാദർ ആ ബോയോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താ? വാട്ട് ഹിസ്റ്ററി, എന്താണ്
ഫാദർ ചോദിച്ചത്, എന്താണ് ആ കുട്ടി ദ ബോയ് റിപ്ലൈ കൊടുത്തത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്താ ചോദിച്ചതെന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ, നോക്കിക്കോളൂ. ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. ഗ്രാൻഡ് ഫാദർ ബോയിനോട് ചോദിക്കുക, എന്താണ് ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ്, ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ ആസ്ക്ഡ് ചേർക്കുന്നു. പിന്നെ ചോദിക്കുകയാണ് ദ ബോയ്, ബോയോട് ചോദിക്കുകയാണ് വൈ ഡു യു എന്നുള്ളത് ഹി ആയി, പിന്നെ ലുക്കിന്റെ കൂടെ ഇഡി ചേർത്തു. വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്, വൈ ഹി, യു ആൻഡ് ഐ ഹി ആയി, വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ് എന്നായി. ഇനി എന്താണ് ബോയ് പറഞ്ഞ റിപ്ലൈ എന്ന് കൊടുക്കാം. The boy replied had seen a thrilling fight between snake and a mongoose. അപ്പൊ ബോയ് പറയുന്നത് എന്താ, he had seen a thrilling fight between snake and the mongoose. അതാണ് ബോയ് പറയുന്നത്. നോക്കാം, ഇതിന്റെ ആൻസറും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആൻസർ കീഴിലുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യണം. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, fill in the blanks ആണ്. fill in the blanks using the phrasal verbs given in the brackets. ഇവിടെ ഒരു 4 phrasal verb തന്നിട്ടുണ്ട്, 4 ബ്ലാങ്ക് തന്നിട്ടുണ്ട്. ഈ phrasal verb ഈ 4 ബ്ലാങ്കിലേക്ക് ആപ്റ്റ് ആയത് എടുത്തെഴുതാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് സെന്റൻസ് ഒന്ന് വായിക്കാം. The homeopath to look handsome. The homeopath dash to look handsome. He dash another idea that his wife had to be rich and fat. Suddenly an unwelcome guest entered the room. It was a snake. The doctor was dash when it coiled around him his ham. The snake suddenly saw its reflection in the mirror and got fascinated. It slowly uncoiled itself and moved on to table. The doctor dashed his shirt and ran to his friend's house. അപ്പൊ നമുക്ക് നോക്കാം. ടേക്കൺ അബാക്ക് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ, സർപ്രൈസ് ഓർ ഷോക്ക്, പെട്ടെന്ന് ഉണ്ടാവുന്ന സർപ്രൈസോ ഷോക്കോ ആണ്. പിന്നെ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്നുള്ളത് ടു മേക്ക് എ ഡിസിഷൻ ആണ്. അതുപോലെ പുട്ട് ഫോർവേഡ്, സജസ്റ്റ് എ പ്ലാൻ ഓർ പേഴ്സൺ. പിന്നെ പുട്ട് ഓൺ, വിയർ അല്ലെങ്കിൽ അപ്ലൈ സംതിങ്, വിയർ ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ സംതിങ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ഫ്രേസൽ വെർബ് നമ്മുടെ എയിൽ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബ് എന്താന്ന് വെച്ചാല് ദ ഹോമിയോപാത്ത് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. എന്താ, അദ്ദേഹം ഡിസിഷൻ എടുക്കുകയാണ്. ടു ലുക്ക് ഹാൻസം, അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാ ഡിസിഷൻ എടുക്കുക, ഹോമിയോപ്പതി എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, ഹാൻസം ആവാന്. പിന്നെ ഹി ഡാഷ്, ബി എന്നുള്ളിടത്ത് പുട്ട് ഫോർവേഡ്, മുന്നോട്ട് വയ്ക്കുക. അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ചത് സജസ്റ്റ് എ പ്ലാൻ, അനദർ ഐഡിയ ദാറ്റ് ഹിസ് വൈഫ് ആണ്. അപ്പൊ എ എന്നുള്ളിടത്ത് ഏതാ, നമ്മുടെ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ബി എന്താ, പുട്ട് ഫോർവേഡ്. ടേക്കൺ ബാക്ക് എന്താ, ടേക്കൺ ബാക്ക് ആണ് സി. അപ്പൊ എ എന്നുള്ളിടത്ത് എന്താ, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ബി പുട്ട് ഫോർവേഡ്. സി ടേക്കൺ ബാക്ക്. ഡി പുട്ട് ഓൺ. നമുക്ക് ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വായിക്കാം. The homeopath made up his mind to look handsome. He put forward another idea that his wife had to be rich and fat. Suddenly an unwelcome guest entered the room. It was Snake. The doctor was taken aback when it coiled around his arm. The snake suddenly saw its reflection in the mirror and got fascinated. It slowly uncoiled itself and moved on to the table. The doctor put on his shirt and ran to his friend's house. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം. ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. എന്നാ സുഖമായിരിക്കുള്ളൂ. സോ സെക്ഷൻ ഇവിടെ